യാതൊരു തരത്തിലുമുള്ള പരാതിയോ പരിഭവമോ പ്രകടിപ്പിക്കാതെ സഹിക്കാനുള്ള ശക്തി എനിക്ക് കിട്ടി എന്ന് വേണം പറയാനായിട്ട്. എല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ പ്രത്യേകമായ പരിപാലന സഹായം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ദേവാലയ നിർമ്മാണത്തിന് അച്ഛന്മാർക്കും ഇടവക സമൂഹത്തിനും ആവശ്യമായ പ്രോത്സാഹനം നൽകി എന്നുള്ളത് സത്യമാണ്. എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധി എന്ന് വെച്ചാൽ സ്നേഹമാണ്. വിശുദ്ധിയുടെ അടിസ്ഥാനം സ്നേഹമാണ്. ആരോഗ്യസ്ഥിതിയൊക്കെ ഉണ്ട്. പിതാവ് ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞ് ഇപ്പം എന്താണ്? വീഴ്ച ഒന്നല്ല പറഞ്ഞത്. പിതാവ് പറഞ്ഞ അന്നത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാനിങ്ങനെ പ്രത്യേകം ഓർത്തെന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രേക്ഷിത തീക്ഷ്ണതയോടുകൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. തൻ്റെ ജീവിതവും കാഴ്ചപ്പാടുകളും നമ്മളുമായി പങ്കുവെക്കുന്നതിന് ഇന്ന് ജനപ്രകാശത്തിൻ്റെ ഈ അഭിമുഖവേദിയിൽ വിശിഷ്ടാതിഥിയായി കടന്നു വന്നിരിക്കുന്നത് പാലക്കാട് രൂപതയുടെ മുൻ മെത്രാൻ മാർ ജേക്കബ് മനത്തോട്ടത്ത് പിതാവാണ്. പിതാവെ, ഏറ്റവും സ്നേഹപൂർവ്വം ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ പിതാവ് പാലക്കാട് രൂപതയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 വർഷക്കാലമായി. ഈ പിതാവ് ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിതാവിൻ്റെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണ്? അങ്ങനെയൊക്കെ അറിയാനായിട്ട് ജനപ്രകാശത്തിൻ്റെ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് പിതാവിന് എന്തെങ്കിലും പറയാൻ സാധിക്കും? സത്യം പറഞ്ഞാൽ ഞാൻ വിരമിച്ചത് രൂപതാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രമാണ്. മെത്രാന്മാരും അച്ഛന്മാരും എത്ര വയസ്സായാലും അവരുടെ ആ ശുശ്രൂഷ നിർവഹണത്തിൽ നിന്ന് അവർ വിരമിക്കുന്നില്ല. പക്ഷേ എൻ്റെ മെത്രാനടുത്ത ശുശ്രൂഷ ജീവിതം ഞാൻ ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാലം ഞാൻ തുടരുന്നതായിരിക്കും. ഞാൻ കൂടുതൽ സമയം വായനയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നു. നമ്മുടെ തന്നെ രൂപതയിലെ സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി നീക്കിവെക്കുന്നു. ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ശുശ്രൂഷകൾ അച്ഛന്മാർ ക്ഷണിക്കുമ്പോൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഒരിക്കലും ഈ റിട്ടയർ ലൈഫ്, വിരമിച്ചിട്ടുള്ള ജീവിതം ബോറിംഗ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ പിതാവ് വളരെ സന്തോഷപൂർവ്വം കർമ്മനിരതനാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പിതാവ് ഓരോ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നത് അത് വലിയൊരു കരുത്താണ്. ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയിലാണെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് പിതാവ് വരുന്നത്, ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴെല്ലാം അവർക്കത് വലിയൊരു കരുത്തും ഉണർവും തന്നെയാണ്. പിതാവ് ജനനം കൊണ്ട് എറണാകുളംകാരനാണ്. ഞാൻ നോക്കിയപ്പോൾ ഈ എറണാകുളവും പാലക്കാടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കൾച്ചറിൽ വ്യത്യാസമുണ്ട്. ഓരോ കാര്യങ്ങളെയും സമീപിക്കുന്ന കാര്യങ്ങളിൽ എല്ലാം വ്യത്യാസമുണ്ട്. സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്ന് പിതാവ് 10-25 വർഷം മുമ്പ് പാലക്കാടേക്ക് പറിച്ചു നടപ്പെട്ട ആളാണ്. അപ്പം ആ ഒരു സാഹചര്യത്തെ, ഈ ഒരു മാറ്റത്തെ പിതാവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ജയ്ജിൻ പറഞ്ഞതുപോലെ എറണാകുളത്ത് ജനിച്ചു വളർന്ന ആളാണ്. 20 വർഷം അവിടെ വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്തു. 5 വർഷത്തോളം സഹായമിത്രനായിട്ടും ശുശ്രൂഷ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പാലക്കാട്ടേക്ക് ഒരു മാറ്റം കിട്ടിയത്. ആ മാറ്റത്തെ ഞാൻ സന്തോഷത്തോടുകൂടി തന്നെയാണ് സ്വീകരിച്ചത്. കാരണം ഈ മാറ്റം കിട്ടുന്നതിന് ഒരു 6 മാസം മുൻപ് ഞാനൊരു സ്ഥലത്ത് ഒരു കൗൺസിലിങ്ങിന് പോയി. കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ ആ കൗൺസിലിംഗ് നടത്തിയ വ്യക്തി എന്നോട് പറഞ്ഞു, പിതാവിനൊരു മാറ്റം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാറ്റം പ്രതീക്ഷിച്ചിരുന്നു. മാറ്റം കിട്ടുമ്പോൾ ആ മാറ്റത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. മാറ്റം കിട്ടിയപ്പോൾ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭാവഭേദം ഉണ്ടായില്ല. കാരണം എല്ലാം കർത്താവിൻ്റെ പദ്ധതിയിൽ നടക്കുന്നതാണ് എന്നുള്ള ആ ബോധ്യം എനിക്കുണ്ട്. പിതാവ് ആയിരിക്കുന്ന സമയത്താണ് കൗൺസിലിംഗ് പോയത് അല്ലേ? അതെ അതെ. ഈ മാറ്റം കിട്ടുന്നതിന് 6 മാസം മുൻപ് പോയത്. എറണാകുളവും പാലക്കാടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നുള്ളത് എനിക്കറിയാം. സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും മറ്റു തരത്തിലുമുള്ള വലിയ വ്യത്യാസം ഈ 2 രൂപതകൾ തമ്മിലുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന സൗകര്യങ്ങളൊന്നും ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്.
ബുദ്ധിമുട്ട് ഉള്ള ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ആ ബുദ്ധിമുട്ടുകളെല്ലാം സഹിക്കാനുള്ള ശക്തി, യാതൊരു തരത്തിലുള്ള പരാതിയോ പരിഭവമോ പ്രകടിപ്പിക്കാതെ സഹിക്കാനുള്ള ശക്തി എനിക്ക് കിട്ടി എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഞാൻ പാലക്കാട്ടേക്ക് വന്നപ്പോൾ ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ല. കാരണം എനിക്ക് പാലക്കാടിനെ പറ്റിയുള്ള സ്വപ്നങ്ങൾ, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്വപ്നവും ഇല്ലായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ഞാൻ പ്രധാനമായിട്ടും ചിന്തിച്ചത് കർത്താവിന് പാലക്കാടിനെ പറ്റിയുള്ള സ്വപ്നം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആ സ്വപ്നങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് അത് സാക്ഷാത്കരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുക, അതായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത് എന്നെനിക്കറിയാം. അത് ഞാൻ ചെയ്തു. ഞാൻ സന്തോഷത്തോടെ പറയുകയാണ്, ഞാൻ വന്നതിന് ശേഷം എല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ പ്രത്യേകമായ പരിപാലന സഹായം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഞാൻ പോകേണ്ടത് എപ്രകാരമാണ്, ചരിക്കേണ്ട വഴി എപ്രകാരമുള്ളതാണെന്ന് കർത്താവ് എനിക്ക് കാണിച്ചു തന്നു വെച്ചാൽ ഓരോ സാഹചര്യത്തിലൂടെ കർത്താവ് എന്നെ നയിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ തികഞ്ഞ സംതൃപ്തിയാണ് എനിക്കുള്ളത്, ചാരിതാർത്ഥ്യമാണ് എനിക്കുള്ളത്. ലോകപ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞൻ കാൾ റാണർ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കപ്പെട്ട അവസരത്തിൽ അദ്ദേഹം ഈ അനുമോദനങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ച അവസരത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ഐ ഹാവ് നോ റിഗ്രറ്റ്സ് എന്നാണ്. എനിക്ക് ഒട്ടും ഖേദമില്ല, തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒട്ടും ഖേദമില്ല, നന്ദി മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ എനിക്കും പറയാൻ സാധിക്കും, എനിക്ക് ഒരു ഖേദവുമില്ല, നന്ദി മാത്രമേ ഉള്ളൂ. കർത്താവിനുള്ള നന്ദി, അതുപോലെ തന്നെ പാലക്കാട് ദൈവജനത്തോടുള്ള നന്ദി, അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും മറ്റ് സമർപ്പിതരോടും ജനങ്ങളോടുമുള്ള നന്ദി മാത്രമാണ് എനിക്കുള്ളത്. കാരണം ഞാൻ എൻ്റെ പ്രതീക്ഷയ്ക്ക് അതീതമായ വിധത്തിൽ എല്ലാവരും എന്നോട് സഹകരിച്ചു. പിതാവിനോട് സത്യം പറഞ്ഞാൽ അടുത്തൊരു ചോദ്യമായിട്ട് ഞാൻ ചോദിക്കാനിരുന്ന കാര്യം, പിതാവിൻ്റെ രൂപതയിലേക്ക് കടന്നു വന്നപ്പം പിതാവിൻ്റെ സ്വപ്നങ്ങളൊക്കെ എന്തായിരുന്നു, എന്തൊക്കെ പദ്ധതികളാണ് ഉണ്ടായിരുന്നതെന്നുള്ളതാണ്. പക്ഷേ അതിന് പിതാവ് ഇപ്പോൾ ഓൾറെഡി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പിതാവ് ഒരു പദ്ധതി ഇല്ലാതെയാണ് മുമ്പോട്ട് വന്നത്, ദൈവത്തിൻ്റെ പദ്ധതി അന്വേഷിക്കുക എന്നുള്ള ഒരു തയ്യാറെടുപ്പോടു കൂടിയാണ് മുന്നോട്ട് വന്നതെന്ന് പറഞ്ഞ്. അത് സത്യമാണ് കേട്ടോ. ഞാൻ ഒരു പദ്ധതി ഉണ്ടാക്കാതെ രൂപതയിലേക്ക് വന്നത്. എന്നാലും പിതാവ് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം രൂപതയുടെ സാഹചര്യമൊക്കെ പിതാവിന് മനസ്സിലായല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ആയി തീരണമെന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടായി കാണുമായിരിക്കുമല്ലോ. അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തി തുടങ്ങിയപ്പോഴത്തേക്കും പല പള്ളികളിലും അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല, പള്ളിമുറിയില്ല, വലിയവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല, പിന്നെ വേദപാഠ ഷെഡുകളില്ല, പാരിഷ് ഹാളുകളില്ല, സിമിത്തേരികളില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ പല സ്ഥലങ്ങളിലില്ലായിരുന്നു. ഞാൻ ഒരിക്കൽ ഈ ജല്ലിപ്പാറ ഒരു പരിപാടിക്ക് പോയിട്ട് അന്ന് രാത്രി അവിടെ കിടക്കേണ്ടതായിട്ട് വന്നു. ഞാനൊരു ചെറിയ ഷെഡിലാണ് പോയി കിടന്നത്. ആ ഷെഡിൽ കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം എലികൾ ഒത്തിരി ഉണ്ടായിരുന്നു. എലി എന്നെ കടിക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ആരംഭകാലത്ത് പിതാവിൻ്റെ കാലത്തൊക്കെ കാര്യമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഭവനങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണം, സൗകര്യങ്ങളൊക്കെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് വളരെയേറെ സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വളർച്ച രൂപതയ്ക്ക് കൈവരിക്കാൻ സാധിച്ചു എന്ന് പറയാൻ പറ്റില്ല. രൂപതയ്ക്ക് വളർച്ചയുണ്ടാവുക എന്ന് പറയുന്നത് രൂപത സമൂഹം ഒരു കുടുംബമായിട്ട് മാറുമ്പോഴാണ്. പരസ്പരം സ്നേഹിക്കുന്ന, സഹകരിക്കുന്ന, പങ്കുവയ്ക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുക, വിശ്വാസമുള്ള ഒരു സമൂഹമായിട്ട് മാറുക, വിശ്വാസത്തിൽ വളരുക, പ്രത്യാശയിൽ വളരുക, പ്രേക്ഷിത തീക്ഷ്ണതയിൽ വളരുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരു രൂപതാ സമൂഹത്തിന് വളർച്ചയുണ്ടായി എന്ന് പറയാൻ സാധിക്കുക.
അല്ലാതെയുള്ള പള്ളികളുടെ എണ്ണത്തിലുള്ള വളർച്ച, സ്ഥാപനങ്ങളുടെ എണ്ണത്തിലുള്ള വളർച്ച, അതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള വളർച്ച. അതൊക്കെ ആവശ്യമാണ്. പള്ളികളുണ്ടാകണം, സ്ഥാപനങ്ങളുണ്ടാകണം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഒത്തിരി പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ആ പരിപാടികളുടെ ഫലമായിട്ട് ഇതുപോലൊരു വളർച്ച കൈവരിക്കാൻ നമുക്കൊക്കെ സാധിക്കുന്നുണ്ടോ എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ദാറ്റ് വി ഡു തിങ്സ് വെൽ. നമ്മൾ ഒരു കാര്യം, ഒരു പരിപാടി നന്നായിട്ട് ചെയ്തു എന്നതുകൊണ്ട് മാത്രമായില്ല, എത്രമാത്രം അത് ഉപകാരപ്രദമായിരുന്നു എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. ഹൗ പ്രോഫിറ്റബിൾ, ബെനഫിഷ്യൽ ഇറ്റ് വാസ്. പിതാവ് ഇത് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു ചിന്ത, പിതാവിൻ്റെ ഈ സമയത്ത് കാലഘട്ടത്തിൽ ഈ അൽമായ പ്രേക്ഷിതത്വത്തിൻ്റെ മേഖലയിൽ ഒത്തിരി വളർച്ച ഉണ്ടായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സഹിയോൻ ധ്യാന കേന്ദ്രം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളർന്നു വന്നതൊക്കെ പിതാവ് പാലക്കാട് രൂപതയുടെ അധ്യക്ഷനായിരുന്ന സമയത്താണ്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും? ഈ സഹിയോൻ ധ്യാന കേന്ദ്രമോ അൽമായ പ്രേക്ഷിതത്വമോ ഇതൊന്നും ഞാൻ ഈ വിധത്തിൽ അല്ലെങ്കിൽ ആ വിധത്തിൽ നിർവഹിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായതല്ല. അപ്പം നമ്മളെല്ലാവരും കൂടി ഈ ശുശ്രൂഷയുടെ ജോലി അച്ഛന്മാർ മാത്രം ചെയ്യേണ്ടതല്ല. അച്ഛന്മാരുടെ ശുശ്രൂഷ അതൊരു പ്രത്യേക തരത്തിലുള്ളതാണ്. കർത്താവിൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നുകൊണ്ടുള്ള ശുശ്രൂഷയാണ് അച്ഛന്മാരുടെ ശുശ്രൂഷ. പക്ഷെ അൽമായർ അവരും കർത്താവിൻ്റെ ആ പൗരോഹിത്യത്തിൽ പങ്കുപറ്റിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവിടെ സഹകരണം നമുക്ക് ആവശ്യമാണ്. പിതാവിൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ഇപ്പം എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യം, പിതാവ് കുറേ ദേവാലയങ്ങൾ പണിയിപ്പിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ കൃത്യം കണക്കൊന്നും എടുത്തിട്ടില്ല, എനിക്ക് തോന്നുന്നു 100-ലധികം ദേവാലയങ്ങൾ പിതാവിൻ്റെ സമയത്ത് നമ്മുടെ രൂപതയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ കല്യാണ ഫോട്ടോ ഞാൻ കാണുമ്പോൾ അതൊരു ഓലമടഞ്ഞ ഭിത്തിയൊക്കെയുള്ള മേൽക്കൂര, ചെറിയ തൊട്ട് മുകളിൽ മേൽക്കൂരയുള്ള ഒരു കുഞ്ഞു പള്ളിയിൽ അവരുടെ കല്യാണം നടന്ന ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ ഫോട്ടോയിലുള്ളത്. അതേസമയം ഇപ്പം നമ്മുടെ എല്ലാ ദേവാലയങ്ങളും വളരെ മനോഹരമായിട്ടുള്ള ദേവാലയങ്ങളാണ്. അപ്പം ഈ ദേവാലയങ്ങളുടെ നിർമ്മാണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിതാവിന് എന്തെങ്കിലും കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാനുണ്ടോ? ജയ്ജനച്ചൻ പറഞ്ഞത് സത്യമാണ്. നമ്മുടെ രൂപതയിലെ മിക്കവാറും എല്ലാ ദേവാലയങ്ങളും പുനരുദ്ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ പുതുതായി നിർമ്മിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല കേട്ടോ. അത് നമ്മുടെ രൂപതയിലെ ദൈവജനത്തിൻ്റെ തീക്ഷ്ണത നിറഞ്ഞ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. എൻ്റെ കാലത്ത് ദേവാലയങ്ങൾ പണിതെന്ന് ഞാനൊരു ദേവാലയവും പണിതിട്ടില്ല, ഇതുവരെ ഒരു ദേവാലയവും പണിതിട്ടില്ല. ഞാൻ അച്ഛനായിരുന്ന അവസരത്തിലും ദേവാലയം പണിയേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഞാൻ ദേവാലയ നിർമ്മാണത്തിന് അച്ഛന്മാർക്കും ഇടവക സമൂഹത്തിനും ആവശ്യമായ പ്രോത്സാഹനം നൽകി എന്നുള്ളത് സത്യമാണ്. നമ്മുടെ രൂപതയിലെ 2 പള്ളികൾ പണിത അവസരത്തിൽ മാത്രമാണ് ഒരു സഹായവും ഞാൻ കൊടുക്കാതിരുന്നത് അവർ ചോദിക്കാതിരുന്നിട്ടാണ്, അവർ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ആ പള്ളിയുടെ പേര് പറയാൻ പറ്റുമോ? പേര് പറയാൻ ഒന്ന് മംഗലം ഡാം, രണ്ടാമത്തത് ചന്ദ്രനഗർ. ഈ 2 പള്ളികൾ നിർമ്മിക്കപ്പെട്ട അവസരത്തിൽ അവർ പറഞ്ഞു, പിതാവിനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല, ഞങ്ങൾ തന്നെ ദേവാലയ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ 2 പള്ളികളെ സഹായിച്ചിട്ടില്ല. മറ്റുള്ള പള്ളികളെയൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ രൂപതാധ്യക്ഷനായിരുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയിൽ വിദേശത്ത് നിന്ന് ഫണ്ടിങ് ഏജൻസികളിൽ നിന്നൊക്കെ സഹായം ലഭിക്കാവുന്ന ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഞാൻ പരമാവധി പ്രയോജനപ്പെടുത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ രൂപതയുടെ പ്രത്യേകമായ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ വിദേശത്തു നിന്നുള്ള സഹായം കിട്ടാതെ നമുക്ക് പല പള്ളികളും നിർമ്മിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഞാൻ എത്ര പള്ളികൾ പണിയിച്ചു എന്ന് കൃത്യമായിട്ടുള്ള കണക്ക് എൻ്റെ പക്കലില്ല. നമ്മുടെ രാമനാഥപുരം രൂപത പാലക്കാട് നിന്ന് നമ്മൾ വേർപെടുത്തിയ രൂപതയാണ്. ആ രൂപത പ്രദേശത്ത് തന്നെ 10-14 പള്ളികൾ ഞാൻ വന്നതിന് ശേഷം പണിതിട്ടുണ്ട്, നല്ല പള്ളികൾ. പിന്നെ ഇവിടെ പാലക്കാട് തന്നെ 100-100-ലേറെ പള്ളികൾ പണിതിട്ടുണ്ട്. ഇനിയും വിരലെണ്ണാവുന്ന അത്രയും പള്ളികൾ, അത്ര എന്തെല്ലാം ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. 4-5 പള്ളികൾ കൂടി
മാത്രമേ നമുക്ക് ഇനിയും പണിത് പൂർത്തിയാക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഞാൻ ഇടവക സമൂഹത്തിനാണ് കൊടുക്കുന്നത്. വളരെ പ്രത്യേകമായിട്ട് ആ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത വിയരിച്ചന്മാർക്ക്, രജനച്ചൻ പറഞ്ഞതുപോലെ അവിടെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ കല്യാണത്തിൻ്റെ അവസരത്തിൽ ഷെഡായിരുന്നു കുർബാനയ്ക്ക് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നവിടെയൊക്കെ ഇത്ര നല്ല ദേവാലയങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോൾ അതൊക്കെ സാധിച്ചത് അതുകൊണ്ടാണ്. പിതാവ് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ സത്യത്തിൽ നമ്മൾ ഈ ഇൻ്റർവ്യൂവിൽ പിതാവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും നമ്മുടെ രൂപതയ്ക്കകത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഔട്ട് ഓഫ് സിലബസ് ഒരു ചോദ്യം ചോദിച്ചു. പിതാവ് പറഞ്ഞപ്പോൾ രാമനാഥപുരത്തെ പള്ളിയൊക്കെ പണിയിപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഈ പല അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി വിഷമമുള്ള ഒരു ഓർമ്മയാണ് ഈ രാമനാഥപുരവും പാലക്കാടും തമ്മിൽ തിരിഞ്ഞത്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് തിരിഞ്ഞ പോലെയാണ് ഞങ്ങൾക്കൊക്കെ പെട്ടെന്ന് അനുഭവപ്പെട്ടത്. പിതാവിനും അങ്ങനെ തന്നെയാണോ? അതായത് കോയമ്പത്തൂർ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരു രൂപത സ്ഥാപിതമാകണമെന്നുള്ളത് ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഉള്ള ഒരു ചർച്ചയായിരുന്നു. നമ്മുടെ വൈദിക സെനറ്റിലൊക്കെ ആ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. കൺസൾട്ടേഴ്സ് ബോഡിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണെങ്കിൽ അത് നിറവേറപ്പെടാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് അച്ഛന്മാരുമായിട്ടൊക്കെ ആലോചിച്ചു, വൈദിക സമൂഹത്തോട് ആലോചിച്ചു, ആലോചനാ വേദികളിലൊക്കെ ഈ പദ്ധതി അവതരിപ്പിച്ചു. എല്ലാവരും അത് ആവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനു വേണ്ട നടപടികൾ സഭാതലത്തിൽ സിനഡ് തലത്തിലൊക്കെ ചെയ്തു. പിന്നെ സംഭവിച്ചത് ഇത്ര വേഗത്തിൽ നടക്കുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. അതിനുള്ള ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ രാമനാഥപുരം രൂപതയ്ക്കുള്ള അംഗീകാരമൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ വളരെ വേഗത്തിൽ നമുക്കത് സാങ്ഷൻ ചെയ്ത് കിട്ടി, അനുവദിച്ച് കിട്ടി. അത് ഒരല്പം ഒരു സർപ്രൈസായിട്ട് പോയി എല്ലാവർക്കും. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കുന്നതല്ല. പക്ഷേ രാമനാഥപുരത്തിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചു. ഒരു വർഷം കൊണ്ട് നമ്മൾ ആലോചന തുടങ്ങി, ആപ്ലിക്കേഷൻ കൊടുത്തു, ഒരു വർഷത്തിനുടെ ഇടയിലെല്ലാം പൂർത്തിയായി നമുക്ക് പുതിയൊരു രൂപതയുടെ ഉദ്ഘാടനം നടത്താനായിട്ട് സാധിച്ചു. പിതാവ്, ഞങ്ങൾ ഇങ്ങനെ പള്ളിയിലേക്ക് ആയിരിക്കുമ്പോഴേ പിതാവിനെ കുറിച്ചൊക്കെ ആൾക്കാർ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. കൈക്കാരന്മാരോട് സംസാരിക്കുമ്പോൾ, സിസ്റ്റർമാരോട് സംസാരിക്കുമ്പോൾ എല്ലാവരും പിതാവിനെക്കുറിച്ച് നല്ല ഓർമ്മകളുണ്ട്. അതേപോലെ തന്നെ പിതാവിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് ഒത്തിരി അഭിമാനത്തോടു കൂടിയാണ് എല്ലാവരും സംസാരിക്കാറൊക്കെ ഉള്ളത്. എന്നാലും പിതാവ് ഇങ്ങനെ ഈ രൂപതയിലായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛന്മാരുടെ ഭാഗത്തു നിന്ന്, അതേപോലെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്, ദൈവജനത്തിൻ്റെ ഭാഗത്തു നിന്ന് പിതാവിന് ലഭിച്ച സഹകരണം എങ്ങനെയുള്ളതായിരുന്നു എന്നതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുക. ആ ചോദ്യത്തിനുള്ള ഉത്തരം, ഞാൻ രൂപതാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിരമിച്ച അവസരത്തിൽ എൻ്റെ ആ വിടവാങ്ങൽ സന്ദേശത്തിൽ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടത്തിയ ആ പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, പാലക്കാട് രൂപത സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോക്കം നിൽക്കുന്ന രൂപതയാണ് മറ്റ് രൂപതകളെ അപേക്ഷിച്ച്. പക്ഷേ സഹകരണത്തിൻ്റെ മേഖലയിൽ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, ഏറ്റവും നല്ല സഹകരണമുള്ള ഒരു രൂപതാ സമൂഹമാണ് പാലക്കാട് രൂപതയെന്ന്. അച്ഛന്മാരുടെ സഹകരണം ഉണ്ടായിരുന്നു, സമർപ്പിതരുടെ സഹകരണം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അൽമായരുടെ ഇടവക സമൂഹത്തിൻ്റെ സഹകരണം ഉണ്ടായിരുന്നു. എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില അവസരത്തിലൊക്കെ പ്രതീക്ഷിച്ചത്ര സഹകരണം ചിലരുടെ ഭാഗത്ത് നിന്ന് കിട്ടാതെയൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. അതൊന്നും എൻ്റെ ഓർമ്മയിൽ നിന്നില്ല. പക്ഷേ അത്ര പ്രകടമായിട്ടുള്ള രീതിയിൽ സഹകരിക്കാത്ത ഒരൊറ്റ വ്യക്തിയെ പോലും എനിക്ക് എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. എല്ലാവരും തന്നെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അതേപറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ രൂപതാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും മുടക്കം കൂടാതെ ചെയ്യാൻ ആഗ്രഹിച്ച, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, 1 മണിക്കൂർ സമയം പള്ളിയിൽ പോയിരുന്നു കൊണ്ട് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ, അത് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം,
നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർക്ക് പിതാവിൻ്റെ ഒരു ദിവസത്തെ ഒരു ജീവിതചര്യ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് ചിലപ്പോൾ ഒരു താല്പര്യം ഉണ്ടാവും. പിതാവൻ അങ്ങനെ പങ്കുവെക്കാൻ താല്പര്യമുണ്ടോ? അല്ല, അതിന് മാത്രമുള്ള ഒരു പ്രാധാന്യം അതിനുണ്ടെന്ന് എനിക്ക് തോന്നണില്ല കേട്ടാ. ഈ സുവിശേഷത്തിലെ കർത്താവ് ജെറസേൻ പ്രദേശത്ത് ഈ പിശാച് ബാധിതനായ ഒരു മനുഷ്യനിൽ നിന്ന് പിശാചുകളെ ബഹിഷ്കരിച്ചു. ഈ പിശാച് ബാധയൊഴിഞ്ഞ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടുകൂടി കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കുന്നതാണ് ആളുകൾക്ക് ഈ മനുഷ്യനെ അന്വേഷിച്ച് വന്നപ്പോൾ കാണാൻ സാധിച്ചത്. ഇവിടെ നിന്നിട്ട് കർത്താവ് ആ സ്ഥലം വിട്ട് പോകാൻ തയ്യാറായപ്പോൾ ഈ മനുഷ്യൻ വന്ന് കർത്താവിനോട് പറഞ്ഞു, ഞാനും കൂടെ പോരട്ടെ, അതിനെനിക്ക് അങ്ങ് അനുവാദം തരണം. അപ്പോൾ കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ വരണ്ട, നീ നിൻ്റെ വീട്ടിലേക്ക് പോവുക, നിൻ്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. എന്നിട്ട് കർത്താവ് എത്രമാത്രം കാരുണ്യം നിന്നോട് കാണിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു എന്നെല്ലായിടത്തും പോയി നീ പ്രഘോഷിക്കുക. ഞാൻ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, പരിമിതികളൊക്കെ ഒത്തിരി ഉള്ള മനുഷ്യനായിരുന്നു. പക്ഷേ ഞാൻ പാലക്കാടേക്ക് വന്നപ്പോഴത്തേക്കും ആ പരിമിതികളോടുകൂടി ഇവിടുത്തെ ദൈവജനം എന്നെ സ്വീകരിച്ചു, സ്വന്തമായി സ്വീകരിച്ചു. പിതാവ് ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ഓർമ്മ, ഞങ്ങൾ സെമിനാറിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പിതാവ് ഞങ്ങളെ കാണുമ്പോൾ പിതാവിന് ഞങ്ങളുടെയൊക്കെ പേരറിയാമായിരുന്നു. ഞങ്ങളുടെ സെമിനാറിൽ എല്ലാവരുടെയും പേരൊക്കെ ഞാനൊക്കെ പഠിച്ചു വരുന്നതിന് മുമ്പ് തന്നെ, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും പേരൊക്കെ നന്നായിട്ട് പഠിച്ചു വരുന്നതിന് മുമ്പ് തന്നെ പിതാവ് എല്ലപ്പോഴും വരുമ്പോൾ തന്നെ പിതാവിന് എല്ലാവരുടെയും പേരറിയാം. അതിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ? ഇടപെടുന്ന വ്യക്തികളുടെ പേരുകൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് അവരുടെ മേലൊരു ഒരു ഒരു എന്താ പറയുന്നത്, ഒരു സ്വാധീനം നമുക്കുണ്ടാകില്ല. ശരിയാ. തന്നെയല്ല, ഒരു വ്യക്തിപരമായൊരു ബന്ധത്തിന് അതാവശ്യമാണ് പേരുകൾ പഠിക്കുക എന്നുള്ളത്. പേരുകൾ പഠിക്കുമ്പോൾ പേര് ചൊല്ലി വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ എന്ത് സന്തോഷമോ. മറ്റുള്ളവർ നമ്മുടെ പേര് ചൊല്ലി വിളിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഞാൻ പേര് ചൊല്ലി വിളിക്കുമ്പോൾ പിതാവ് ഞങ്ങളുടെ പേര് ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. എല്ലാവരുടെയും പേര് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും പരമാവധി പഠിച്ചെടുക്കാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യമൊക്കെ കാണുന്നവരെയൊക്കെ വീണ്ടും കാണുമ്പോഴത്തേക്കും പേര് ചൊല്ലി വിളിക്കാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അതിലിപ്പോൾ നമ്മളിപ്പോൾ ജൂബിലിയുടെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ പിതാവിനെ നമ്മുടെ രൂപതയിലെ ദൈവജനത്തോട് എന്തെങ്കിലും ഒരു സന്ദേശം നൽകാനുണ്ടോ? ജൂബിലിയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജൂബിലി ആഘോഷിക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. പഴയ നിയമത്തിലെ ലേവ്യരുടെ പുസ്തകത്തിലെ കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, ജൂബിലി വർഷം വിശുദ്ധീകരണത്തിനുള്ള അവസരമാണെന്നാണ് പറയുന്നത്. നമ്മൾ പല ആഘോഷങ്ങളും പരിപാടികളൊക്കെ നടത്തുന്നതൊക്കെ ആവശ്യമാണ്. ആത്യന്തികമായിട്ട് അതിൻ്റെ എല്ലാം ലക്ഷ്യം നമ്മുടെ വിശുദ്ധീകരണമാണ്. ജൂബിലി വർഷത്തെ നീ വിശുദ്ധീകരിക്കുക, അത് നിങ്ങൾക്ക് വിശുദ്ധമായൊരു അവസരമായിരിക്കട്ടെ. ആ വിശുദ്ധി എന്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് തിരുവചനം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അനുരഞ്ജനത്തിൽ, കൂട്ടായ്മയിൽ, സ്നേഹത്തിൽ, പങ്കുവയ്ക്കലിൽ, ഇതിലെല്ലാമാണ് വിശുദ്ധി അടങ്ങിയിരിക്കുന്നത്. കരുണ കാണിക്കലിൽ. വിശുദ്ധി എന്ന് പറയുന്നത് അതാ. കുറേ ഭക്തകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നതിലല്ല വിശുദ്ധി അടങ്ങിയിരിക്കുന്നത്. വിശുദ്ധി എന്ന് വെച്ചാൽ സ്നേഹമാണ്. വിശുദ്ധിയുടെ അടിസ്ഥാനം സ്നേഹമാണ്. നമ്മളെത്ര കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ അത്ര കൂടുതൽ നമ്മൾ വിശുദ്ധരാണ്. സ്നേഹിക്കാത്തവരാരും വിശുദ്ധരല്ല. വിശുദ്ധരെല്ലാവരും സ്നേഹിച്ചവരാണ്. ആ ബോധ്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് രൂപതാ സമൂഹത്തെ പടുത്തുയർത്തുവാൻ വേണ്ട പ്രചോദനം ഉൾക്കൊള്ളുവാനുമുള്ള ഒരു അവസരമായിട്ട് നമുക്കൊക്കെ ഈ ജൂബിലി ആഘോഷത്തെ, ഈ സുവർണ്ണ ജൂബിലി ആഘോഷത്തെ കാണാനായിട്ട് സാധിക്കണം. പിതാവ് രൂപതയുടെ ഒരു കാലഘട്ടത്തിൽ നിന്ന് അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. അപ്പോൾ പുതിയൊരു കാലത്തിലേക്ക് രൂപതയെ നയിച്ച ഒരാളാണ്. ഇപ്പം പാലക്കാട് രൂപതയുടെ അധ്യക്ഷനായിട്ട് പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവാണ്. അപ്പം പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് ദൈവഹിതം അനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ, ദൈവ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ചിന്തിച്ച ഒരാളാണ്. എങ്കിൽ പോലും ഇനി രൂപതയുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പം പിതാവിന്
എന്തെങ്കിലും സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ പങ്കുവെക്കാനുണ്ടോ? ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിച്ചെന്ന് പറഞ്ഞില്ലേ. അതേസമയം എനിക്ക് ഈ ദൈവജനത്തിൻ്റെ നന്മയ്ക്ക് ഉപകരിക്കുന്ന കുറേ പദ്ധതികളൊക്കെ ദൈവത്തിൻ്റെ ഹിതം തന്നെയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നിർവഹിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചു, ഒത്തിരി പള്ളികളൊക്കെ നമ്മൾ എൻ്റെ ആ കാലഘട്ടത്തിൽ പണിയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, അന്ന് പണിയപ്പെട്ടതിനേക്കാൾ കൂടുതൽ കുടുംബങ്ങൾ, വീടുകൾ, ഈ നിർധനരായ കുടുംബങ്ങൾക്ക് പണിത് കൊടുക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ 100 വീടുകളെങ്കിലും പണിത് കൊടുക്കണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുണ്ടായിരുന്നത്. 100 പള്ളിയുടെ സ്ഥാനത്ത് 100 പള്ളികൾ പണിത്, കുറേ അധികം വീടുകൾ പണിത് കൊടുക്കുക. പക്ഷെ നമ്മുടെ രൂപതയുടെ ആ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോഴത്തേക്കും അതൊന്നും പ്രായോഗികം ആക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എങ്ങനെയോ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ ഒരു പരിപാലനയിൽ 160 വീടുകൾ നമുക്ക് ആ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പണിത് കൊടുക്കാനായിട്ട് സാധിച്ചു. നല്ല വീടുകൾ തന്നെ. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് ഞാൻ ചെയ്യാതിരുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കൃത്യവിലോപമായിട്ടത് മാറുമായിരുന്നു ഞാൻ വിചാരിക്കുക. കാരണം ഞാൻ ഏത് ഇടവകയിൽ ചെല്ലുമ്പോഴും ആൾക്കാർ അപേക്ഷ തരും, ഞങ്ങൾക്ക് വീടില്ല, വീട് പണിത് കിട്ടിയാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഞാൻ എവിടെ നിന്ന് എടുത്ത് കാശ് കൊടുക്കാനാ? നമ്മുടെ രൂപതയുടെ സാമ്പത്തിക സ്ഥിതി ഒട്ടും തന്നെ നല്ലതായിരുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചത് രൂപതാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ പാസ്റ്ററൽ സെൻറ്റർ ഒന്ന് പുതുക്കി പണിയണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ട നടപടിയെടുത്തിട്ട് നമുക്ക് അപ്രതീക്ഷിതമായിട്ടെന്ന് തന്നെ പറയാം, നമുക്ക് അതിനുള്ള സാമ്പത്തിക സഹായം, ഒരു നല്ല തുക നമുക്ക് അതിനുവേണ്ടി ലഭിക്കാനിടയായി. അതുകൊണ്ട് ഞാൻ വിരമിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള നടപടികളെടുത്തു. പക്ഷേ വിരമിച്ചതിന് ശേഷമാണ് അതിനുള്ള പണം നമുക്ക് ലഭിച്ചത്. പക്ഷെ അതിൻ്റെ ഫലം, അത് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് നല്ലൊരു പാസ്റ്ററൽ സെൻറ്റർ നമുക്ക് പണിത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ഞാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ സാധിക്കാതെ ഇരുന്നൊരു കാര്യമായിരുന്നു. അതും സാധിച്ചു. ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയ വേറെ കാര്യം വേണമെങ്കിൽ ഞാൻ പറയാം. അതായത് രൂപത അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ പള്ളികളിലും പാസ്റ്ററൽ വിസിറ്റ് നടത്തണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പല പള്ളികളിലും നടത്തി, പക്ഷേ നടത്താത്ത പള്ളികളുണ്ട്. പക്ഷെ അത് എനിക്ക് സാധിക്കാതെ പോയി. കാരണം എന്താണെന്നറിയാമോ? ആ അവസരത്തിലാണ് കോവിഡ് പടർന്നു പിടിച്ചത്. പിന്നെ രണ്ടാമത്തെ കാരണം, ആ അവസരത്തിലാണ് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിതനായത്. അപ്പോൾ അതുകൂടി വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് എൻ്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിപ്പോയി. പക്ഷെ അതിപ്പോൾ നമ്മുടെ കൊച്ചുപുരയ്ക്കൽ പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഞാനിവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ അഭിവന്യ ഇരുമ്പം പിതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഞാൻ ഫെബ്രുവരി മാസത്തിൽ ചാർജ് എടുത്തു. പിതാവ് മരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. പിതാവ് കുറേ വർഷങ്ങളിവിടെ എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുണ്ടായിരുന്നത്. കാരണം പിതാവിന് വലിയ ആരോഗ്യത്തിൻ്റെ ക്ഷീണമൊന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷെ പെട്ടെന്നാണ് ഹാർട്ട് അറ്റാക്ക് വന്ന പിതാവ് മരിച്ചത്. അതെന്നെ സംബന്ധിച്ചും വലിയൊരു നഷ്ടമായിപ്പോയി. കാരണം പിതാവുണ്ടായിരുന്നെങ്കിൽ പിതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാനും ചർച്ച ചെയ്യാനൊക്കെ സാധിക്കുമായിരുന്നു. പിതാവ് രൂപതയ്ക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. പിതാവ് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി രൂപതയ്ക്ക് നല്ലൊരു അടിസ്ഥാനം ഇട്ടു. പൗലോസ്ലീഹ പറയുന്ന പോലെ വിവേകിയായ ഒരു മനുഷ്യനെ പോലെ രൂപതയ്ക്ക് അടിസ്ഥാനം ഇട്ട പിതാവാണ്. ഇന്നിപ്പോൾ പല പള്ളികളും ഇങ്ങനെ നമുക്ക് പണിയാൻ സാധിച്ചെങ്കിൽ അവിടെയൊക്കെ ചെറിയ ആരാധനാ സമൂഹങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പിതാവിന് സാധിച്ചതുകൊണ്ടാണ്. ഇവിടെ ചാർജ് എടുത്ത അവസരത്തിൽ പിതാവ് എന്നോട് പറഞ്ഞ 2 കാര്യങ്ങൾ, നമുക്ക് കുട്ടികളുടെയും ഈ സാങ്കേതിക പരിശീലനത്തിന് വേണ്ട സ്ഥാപനങ്ങൾ നമുക്ക് വേണം. പിന്നെ പിതാവ് പറഞ്ഞത് ഒരു രൂപത കാര്യാലയം നമുക്ക് വേണം, ബിഷപ്സ് ഹൗസ് വേണം. ഇത് രണ്ടും യാഥാർത്ഥ്യമാക്കാൻ വേണ്ട നടപടികൾ എടുക്കണമെന്ന് പിതാവ് എന്നോട് സൂചിപ്പിച്ചു. അപ്പം എന്നിട്ട് പിതാവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിപ്പോൾ പെണ്ണക്കര
ആ സ്ഥലം കണ്ടുവച്ചു. പിതാവായിട്ട് ഞാൻ അതേപ്പറ്റി ചർച്ച ചെയ്തു. ശരി. അത് പറഞ്ഞ് കഴിയുന്നതും വേഗം മേടിച്ചു എന്ന് പറഞ്ഞു. അപ്പം എത്രമാത്രം പിതാവ് ഈ രൂപതയ്ക്ക് ഒരു പുതിയ കാര്യാലയം വേണം എന്ന് ആഗ്രഹിച്ചു. കാരണം നിങ്ങൾക്കറിയാം, അന്ന് മാസത്യാനമൊക്കെ നടക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അച്ഛന്മാർ ഭക്ഷണം കഴിച്ചിരുന്നത് 2-3 പ്രാവശ്യമായിട്ടാണ്. ആദ്യത്തെ കുറച്ച് അച്ഛന്മാരല്ലേ ഉള്ളൂ. ആദ്യത്തെ ബാച്ച് കഴിച്ചു കഴിയുമ്പോൾ അടുത്ത ബാച്ച് വന്ന് അങ്ങനെയുള്ള ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്ന അവസരമായിരുന്നു. പിന്നെ പറഞ്ഞത് സാങ്കേതിക പരിശീലനം നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നതിന് വേണ്ട സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ നമുക്കുണ്ടാവണമെന്ന് പറയും. അക്കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. നമുക്ക് അതിനുശേഷമാണ് ഈ വള്ളിയോടൊക്കെ വന്നത്. വള്ളിയോട് ചെറിയ രീതിയിൽ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥാപിച്ച രണ്ട് കോഴ്സുകളുമായിട്ട് അവിടെ തുടങ്ങിക്കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ വിപുലീകരിച്ചു. അതുപോലെ തന്നെ നമ്മൾ കാഞ്ഞിരപ്പുഴ തുടങ്ങി. പിന്നെ നമ്മുടെ യുവക്ഷേത്ര വളരെ വിപുലീകരിച്ചു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടല്ലോ ഒത്തിരി കുട്ടികൾക്ക് ഈ സാങ്കേതിക പരിശീലനം നേടാനായിട്ട് സാധിച്ചു. ഒത്തിരി കുടുംബങ്ങൾ അതുവഴി രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ പിതാവ് പറഞ്ഞ അന്നത്തെ ബന്ധ് പറഞ്ഞ 2 കാര്യങ്ങൾ ഞാനിങ്ങനെ പ്രത്യേകം ഓർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ പഞ്ചാബിൽ നമ്മൾ ഒരു മിഷൻ പ്രദേശം നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി പ്രേക്ഷിത തീഷ്ണതയോടുകൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അക്കാര്യത്തിൽ നമ്മൾ മനസ്സ് വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പുരോഗമിക്കേണ്ട ഒരു മേഖല. അതെ. നമ്മളത്ര മാത്രം അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി കൊണ്ടും പിന്നെ അച്ഛന്മാരുടെ കുറവ് കൊണ്ടും ഒക്കെയാണ് അക്കാര്യത്തിൽ നമ്മൾ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത്. ഇപ്പം നമുക്ക് അക്കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഭാവിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ കേട്ടോ. പിതാവ് ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞ് ഇപ്പം വീഴ്ച ഒന്നല്ല പറഞ്ഞത്. ഞങ്ങൾ അറിഞ്ഞില്ല. വീഴ്ച ഉണ്ടായെങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് ആ വീഴ്ചയിൽ നിന്നെല്ലാം രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഈ കൈക്കൊരു ചെറിയ വേദനയുള്ളതുകൊണ്ട് ഞാൻ ഒരു ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് എൻ്റെ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കാനായിട്ട് ഇപ്പോഴും സാധിക്കുന്നുണ്ട്. ഒരു തടസ്സവും ഇല്ല. പിന്നെ 77 വയസ്സൊക്കെ ആയില്ലേ. 76 വയസ്സിലും ജീവിതത്തിലൊക്കെ ഓടി നടക്കാനൊക്കെ സാധിക്കുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. ഈ അവസരത്തിൽ അഭിവന്ധ്യ പിതാവിന് ജനപ്രകാശം പത്രത്തിൻ്റെ പേരിലും സാൻജോ മീഡിയയുടെ പേരിലും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് വളരെ വസ്തുനിഷ്ഠമായും ആശയസമ്പുഷ്ടമായ ഉത്തരങ്ങളാണ് പിതാവ് നൽകിയത്. അഭിവന്ധ്യ പിതാവെ, സ്നേഹപൂർവ്വം നന്ദി.